അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഈ വർഷത്തെ ഹജ്ജ് ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടാക്കിയത്. ഒരു സഹോദരിയുടെ അനുഭവം ഒരിക്കൽ പോലും ആ സഹോദരി വിചാരിച്ചിരുന്നില്ല. ഒരുപാട് ആഗ്രഹമായിരുന്നു ആ ഉമ്മാക്ക് ഒന്ന് ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണമെന്ന്. അൽഹംദുലില്ലാ, വലിയ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ കാര്യങ്ങളും പൂർത്തിയായി പരിശുദ്ധമായ കഅബയിലെത്തി. ഈ ഉമ്മ ആ പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ തവാഫൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഉമ്മാക്ക് കണ്ണിൻ്റെ കാഴ്ചയില്ല. കണ്ണിന് കാഴ്ചയില്ലാതെ വർഷങ്ങളായി നഷ്ടപ്പെട്ട് ഒന്നും കാണുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു വലിയ ഖുദ്റത്താണ്, അത്ഭുതപ്പെടുത്തുകയാണ്. അവിടെ കൂടിയവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒന്നിനും ഈ സഹോദരി കൊണ്ടുപോകാൻ കൂടെ ഒരാൾ വേണം. കാരണം കണ്ണിന് കാഴ്ചയില്ലല്ലോ. ആ സഹോദരി വലിയൊരു ആഗ്രഹമാണ് കണ്ണിൻ്റെ കാഴ്ച. പ്രത്യേകിച്ചും പരിശുദ്ധമായ ഭൂമിയിലെത്തിയിട്ട് ആ അള്ളാഹുവിൻ്റെ പവിത്രമായ കഅബ ഷരീഫിനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഏതൊരു സത്യവിശ്വാസിയും ഒന്ന് തളർന്നു പോകും. അൽഹംദുലില്ലാ, സഹോദരി വല്ലാണ്ട് സങ്കടപ്പെട്ടു. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ പരിശുദ്ധമായ കഅബ ഷരീഫിനെ കണ്ണറയെ കാണാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. കണ്ണുള്ളവർക്കറിയില്ല കണ്ണിൻ്റെ കാഴ്ചയുടെ വില, നഷ്ടപ്പെട്ടവർക്ക് അറിയുകയുള്ളൂ. നഷ്ടപ്പെട്ട് ദുഃഖത്തിലിരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് സഹോദരിയുടെ കൽബ് നിറഞ്ഞ പ്രാർത്ഥന. അത് അല്ലാഹു കേട്ടു. സ്ഥലം എവിടെയാണ്? തീർച്ചയായും ആ സഹോദരിയുടെ ആത്മാർത്ഥം നിറഞ്ഞ ആ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തടയപ്പെടുകയില്ല. സഹോദരൻ അത്ഭുതപ്പെടുകയാണ്. ആ ഉമ്മ പെട്ടെന്നാണ് ആ ഉമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച അവിടെ വെച്ച് തന്നെ തിരിച്ചു കിട്ടുന്നു. ഈ ഒരു വാർത്ത മാധ്യമത്തിൽ കേൾക്കുമ്പോൾ പലരും പല രീതിയിൽ, അങ്ങനെ തന്നെയാണല്ലോ, അത് ഒരു സത്യത്തിന് വിരുദ്ധമാണെന്ന രീതിയിലും ചില ആളുകൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിന് ഇങ്ങനെ പുകഴ്ത്തിയും പല നിലക്കും ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സത്യവിശ്വാസികൾക്ക് ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അങ്ങനെയാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. കണ്ണുള്ളവർ കണ്ണിൻ്റെ കാഴ്ച കൊടുക്കാനും, അല്ലേ, അള്ളാഹു എന്ത് ഉദ്ദേശിക്കുന്നു അത് ചെയ്യുമെന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുമെന്ന് പറയുമ്പോഴല്ലേ രാജാവ് പറഞ്ഞത്, ഞാൻ വലിയ ഒരു കോടീശ്വരനാണ്, എന്നെ ഈ സമയത്തിനുള്ള അള്ളാഹു ഫക്കീറാക്കണം. ഈ നിമിഷത്തിൽ കഴിവുള്ള ആളല്ലേ അള്ളാഹു. ആ സെക്കൻഡിൽ അള്ളാഹു ഫക്കീർ ദരിദ്രനാക്കി മാറ്റിയില്ലേ. അള്ളാഹ്ക്കെല്ലാം കഴിയും. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ഹയാത്താക്കിയിരുന്നു. ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ ഹദീസും ഖുർആൻ്റെയും അതുപോലെ തഫ്സീറുള്ള ഉദ്ധരണി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഖുർആനുള്ളത് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ അവഗണിക്കുകയില്ല. കുഷ്ഠരോഗികൾ, അല്ലെ, മരണപ്പെട്ടവർ ഹയാത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പോയ ഖബറിനരികിൽ പോയി ആ ഖബറാളി എഴുന്നേൽപ്പിച്ച ചരിത്രങ്ങളൊക്കെ അതെല്ലാം അല്ലാഹുവിൻ്റെ ഖുദ്റത്താണ്. ഈ സഹോദരി തന്നെ അത്ഭുതപ്പെട്ട് സന്തോഷമായി. ഇത് നമുക്കൊരു അത്ഭുതമായി തോന്നുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇതൊരു അത്ഭുതമല്ല. കാരണം അള്ളാഹ്ക്ക് അതിലെല്ലാം കഴിവുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ചെല്ലി വിഷയമാണ്. മാഷാ അല്ലാഹ്, സഹോദരി ഹജ്ജിന് വന്നു. കണ്ണിന് കാഴ്ചയില്ലാതെ വന്ന സഹോദരി ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു ഈജിപ്റ്റ് സ്വദേശിയായിരുന്നു. തിരിച്ചു പോകുന്നത് കണ്ണറയെ ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ഭൂമി ആകാശങ്ങളെ കണ്ടും അതിനെ ചിന്തിച്ചുമാണ്. ആകാശങ്ങളിലേക്ക് നോക്കണം. വൈലസ്സമായി കൈഫ റുഫിയത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വൈലസ്സമായി കൈഫ റുഫിയത് വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആകാശത്തിലേക്ക് നോക്കുക,
അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരുപാട് സൃഷ്ടികൾ അല്ലേ. ആരാണ് അള്ളാഹു? അള്ളാഹു ആരാണ്? അള്ളാഹുവിന് എന്താ കഴിവില്ലാത്തത്? കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊടുക്കാനും എത്ര ആളുകൾ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പ് വലിയ ഇന്നാലിന്ന രോഗത്തിൻ്റെ അടിമയായിരുന്നു, തിരിച്ചു വരുമ്പോൾ അൽഹംദുലില്ലാ ആ രോഗം ഇന്നില്ല, എനിക്ക് പരിപൂർണമായ ശിഫയായിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അനുഭവത്തിലുണ്ട്. പലരും അത് സോഷ്യൽ മീഡിയയിൽ നമുക്കത് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ പോയവർക്ക് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ടാകും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു അത് കേൾക്കും, അത് അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു അതിന് ഉത്തരം നൽകും. അതിനൊരു ഉദാഹരണയാണ് ഈ ഉമ്മ. എപ്പോഴത്തോ എവിടത്തോ ഒരു കഥയല്ലല്ലോ പറയുന്നത്. ഇന്നും ആ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് ആ ഉമ്മയുടെ അരികിൽ പോയി ചോദിക്കാം. ആ ഉമ്മക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥയെ കണ്ടവരുണ്ട്. ഇപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് ആ ഉമ്മ ആരുടെയും സഹായം ആവശ്യമില്ലാതെ സ്വന്തം നടന്നും പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഹജ്ജിന് പോകുമ്പോൾ മറ്റൊരു ആവശ്യമുണ്ടായിരുന്നു. എന്തിനും? ഇന്ന് തിരിച്ചു വരുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് സ്വന്തം കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. അള്ളാഹു തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകും. ഇരു കരങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പുണ്യമേറിയ സ്ഥലങ്ങളിലൊക്കെ പോയി നാം ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് കൂടുതലാണ്. നാമൊക്കെ നടക്കില്ലെന്ന് ഉറപ്പിച്ച് വെച്ച കാര്യങ്ങൾ പോലും നടക്കുമെന്നതിന് ഒരു ഉദാഹരണയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും കിതാബിലിങ്ങനെ പറയുന്നതല്ലല്ലോ, ഇപ്പോൾ കൺകൊണ്ട് നമുക്ക് കാണുന്ന ഒരു സംഭവമാണ്. അള്ളാഹു ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം അള്ളാഹു നൽകട്ടെ. വലിയ സന്തോഷമായി വാർത്ത കേട്ടപ്പോൾ. അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹമല്ല തരുന്നത്. ഈ മനോഹരമായ കണ്ണ് അള്ളാഹു നമുക്ക് തന്നു. ഈ കണ്ണുകൊണ്ട് നാം നന്ദി ഉള്ളവരാകണ്ടേ അല്ലേ? ഈ പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ഏറ്റവും ഗുണപാഠം എന്നുള്ളത് ഷാക്കിറല്ലി അൻമിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ജീവിതം അത് നാം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും. ശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു 5 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഈ 5 ഗുണങ്ങൾ നാം പഠിച്ച് ഓരോ സത്യവിശ്വാസിയും അത് കാത്തു സൂക്ഷിക്കൽ അനിവാര്യമാണ്. അതാണ് ഈ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വിശുദ്ധ ഖുർആൻ പറയുന്നു ഇബ്രാഹിം നബിയെ കുറിച്ച്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഉമ്മത്താണെന്നാണ് പറയാം, ഒരു സമുദായമാണ്, ഒരു മാതൃക നേതാവായിരുന്നു. ഓരോ സത്യവിശ്വാസിയും അതുപോലെ ആകണം. ഇതുപോലെ ആകണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറയുന്നു. ഇത്തബി മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിൻ്റെ മില്ലത്ത് പിൻപറ്റാൻ. ഒരു ഉമ്മത്തായിരുന്നു, ഒരു ഇമാമായിരുന്നു. നാം ദുആ ചെയ്യാറുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന, ഞങ്ങൾക്കുള്ള റബ്ബേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, മിൻ അസ്വാജിനാ, നമ്മുടെ ഭാര്യമാരിൽ നിന്ന്, വ ദുർരിയതിനാ, നമ്മുടെ മക്കളിൽ നിന്ന്, ഖുർറത അയ്യുനിൻ, അല്ലാഹ് കൺകുളിർമ നൽകണേ റബ്ബേ. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹ് മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണേ റബ്ബേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ വരുന്ന ദുഃഖങ്ങൾ നോക്ക്. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമെന്നാണ്. മുത്തഖീങ്ങൾക്ക് ഇമാമാകാൻ നാം ദുആ ചെയ്യുമ്പോൾ നാം ഇവിടെ മുത്തഖീ തന്നെ ആയിട്ടില്ല, പിന്നല്ലേ മുത്തഖീങ്ങൾക്ക് ഇമാമാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണകളാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും. അവിടുത്തെ ജീവിത ത്യാഗങ്ങളാണ് അവിടുത്തെ ഓരോ കഥകളും. ഒന്നാമത്തെ ഗുണം അതാണ്, നാം മുത്തഖീങ്ങൾക്ക് ഇമാം, നാം മാതൃക നേതാവാവുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിക്ക് അനിവാര്യമാണ്, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. ആവുകയെന്ന് മാത്രമല്ല, അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ ഗുണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാനിതൻ ലില്ലാഹ്, അനുസരണമുള്ള ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
ഖാനിത്തല്ലില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായിരുന്നു. ഏത് കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചാൽ അതങ്ങ് അപ്പം തന്നെ അനുസരിക്കുമായിരുന്നു. അല്ലേ? സ്വന്തം ഭാര്യ മക്കളെ ആരുമില്ലാത്ത നിർജ്ജന പ്രദേശത്ത് ഒഴിവാക്കി വരണമെന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കൽപ്പിക്കുന്നത്. നമുക്കിത് പറയുമ്പോൾ അത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. അത് കാര്യമാണെന്ന് അറിയണമെങ്കിൽ വിദേശത്തെ ജോലി ചെയ്യുന്ന ഭാര്യമാരെ അതിരറ്റ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കണം. അവർ നാട്ടിൽ നിന്ന് വന്ന് തിരിച്ചു പോകുമ്പോൾ ഉമ്മയും മക്കൾ തൊട്ടിൽ കിടന്നിരിക്കും, മക്കൾ പോലും അറിയില്ല. ആ വാപ്പ ആ മകൻ്റെ അരികിൽ പോയി, അല്ലെങ്കിൽ ആ മകളുടെ അരികിൽ പോയി, ആ മകളും പോലും അറിയാതെ, ഭാര്യ പോലും അറിയാതെ അവരെ മുഖത്ത് നോക്കി കണ്ണീരിടുന്നുണ്ടാകും. അല്ലാഹ്, നാളെ പോകണല്ലോ എൻ്റെ പൊന്നുമകനെ വിട്ട്, എൻ്റെ വീട് വിട്ട്. എവിടെ വിട്ടുപോകുന്നത്? കുടുംബത്തിലെല്ലാവരും ഇല്ലേ? ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ മുമ്പിൽ വെച്ചിട്ടാണ് തനിച്ചാകി പോകുന്നത്. ഇതങ്ങനെയല്ലല്ലോ, ഇതങ്ങനല്ല. ആരുമില്ല, നിർജ്ജന പ്രദേശമാണ്. കുടിക്കാൻ ഒരു ഇത്തിരി വെള്ളം പോലും ഇല്ലാത്ത, ഭക്ഷണം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് തൻ്റെ ഭാര്യ മക്കളെ ഒഴിവാക്കി പോകണമെന്നുള്ള കൽപ്പന. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ എത്ര കൽപ്പനകളാണ് ഇബ്രാഹിം നബിനോട്. അതെല്ലാം അങ്ങ് അപ്പം തന്നെ, അള്ളാഹുവിൻ്റെ കൽപ്പന എപ്പോൾ വരുന്നുണ്ടോ അപ്പം തന്നെ. അല്ലേ? നോക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ രണ്ടാമത്തൊരു ഗുണമാണ് അനുസരണ എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ വേണം. നാം അനുസരണ ഉള്ളവരാകണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ടോ, എന്താണ് ഈ ധരിച്ചിരിക്കുന്നത് എന്ന്? ഒരേ ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. സ്വഹാബത്ത് ഒരു ചുവന്ന മുണ്ടുമായി വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എന്തായി ധരിച്ചിരിക്കുന്നത് ചോദിച്ചതേ ഉള്ളൂ. അതാ ഓടുകയാണ് സ്വഹാബി. നേരെ വീട്ടിലേക്ക് ഓടി, വീട്ടിൽ അടുക്കളയിൽ അതാ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. താൻ ധരിച്ച വസ്ത്രം ഹബീബിന് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ച ആ വസ്ത്രം ഊരിയെടുത്ത് അടുപ്പത്തേക്ക് വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളത് ധരിക്കാൻ പാടില്ല. നാമാണെങ്കിൽ എങ്ങനെ ചിന്തിക്കുമായിരുന്നു? നബി തങ്ങളെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലല്ലോ, നബി തങ്ങളത് ധരിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. എന്തായി ധരിച്ചത് കേട്ടതേ മാത്രമേ ഉള്ളൂ. അതിലെന്താ ഇപ്പോൾ വലിയ പ്രശ്നം? ഏതായാലും അതിന് ഹലാലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന രീതിയിലായിരിക്കും നമ്മുടെ ചിന്ത. ആ സ്വഹാബി അങ്ങനെയല്ല, വലിച്ചെറിഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ഒട്ടകത്തിൻ്റെ മുഖത്ത് ചുവന്ന ഒരു വസ്ത്രം ഇങ്ങനെ വിരിച്ചതായി കാണുന്നത്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ചുവന്നത് നിങ്ങൾക്ക് വലിയ കൗതുകമുണ്ടാക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത്രേ പറഞ്ഞതുള്ളൂ. സ്വഹാബത്ത് ഓടി, ഇവരുടെ ഓട്ടം കണ്ട് ഒട്ടകം തന്നെ പേടിച്ചുപോയി. അത് വലിച്ചെറിഞ്ഞവർ ഒട്ടകപ്പുറത്ത് നിന്നു. റസൂൽ അത് പാടില്ലെന്നും പറഞ്ഞില്ല. അതാണ് അനുസരണം. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബാബ് എന്ന് പറയുന്നുണ്ട്, ഗുണം കെട്ടവനെ എന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴേക്കോ സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു പോകുന്നത്, പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി തലേൻ്റെ മുടിയെല്ലാം മൊട്ടടിച്ച് വരികയാണ്. എന്താ നീ ഇത് ചെയ്തെന്ന് ചോദിച്ചു. നബി, നിങ്ങളല്ലേ പറഞ്ഞത് ഗുണം കെട്ടവനെ? ഞാൻ നിന്നെ കുറിച്ചല്ല പറഞ്ഞിരുന്ന. ആ സ്വഹാബിക്ക് പേടിയായി. നബിൻ്റെ നോട്ടം, ഇരുത്തം. നാം അത് അനുസരണമുള്ളവരാവുക. നമ്മുടെ മുതിർന്നവർ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, പ്രവാചകൻ്റെ ചര്യകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം. അത് ഈ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണപാഠമാണ്. മറ്റൊന്ന് ഹനീഫൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹനീഫായിരുന്നു, വക്രതയില്ലാത്ത ആൾ, ഋജുമനസ്കതയുള്ള ആൾ, നിഷ്കളങ്കത വേണം എല്ലാ വിഷയത്തിനും. ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനം, ഒന്നിനും നിഷ്കളങ്കതയാണ്. എതിർക്കേണ്ട കാര്യങ്ങൾ, അത് വാപ്പയാണെങ്കിൽ കാര്യങ്ങൾ പറയുന്നവിടെ പറഞ്ഞിരുന്നു. ഞാൻ അർജുമന്നൊക്കെ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞത്. അപ്പോഴും ആ ഹനീഫോടെ സൂക്ഷിച്ചു. വലം നകും മിനൽ മുശ്രിക്കീൻ. നാലാമത്തെ ഗുണമാണ് മുശ്രിക്കീങ്ങൾ പെട്ടയാളായിരുന്നില്ല എന്ന ഇബ്രാഹിം നബി. നമുക്കെന്തെങ്കിലും മുസീബത്തുകൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പിന്നെ നാം ദീനെ വലിച്ചെറിയും. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊരു പള്ളിൻ്റെ തൊട്ടടുത്ത് കുറച്ചപ്പുറം ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു കുറച്ചെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വലിയ കറാമത്തൊക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൂടുതൽ വരുന്നതാണ് ഫർദ ധരിച്ച മുസ്ലിം സഹോദരികളാണ്. അവർക്ക് ദീനൊന്നും വേണ്ട, അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹാരമായി കിട്ടിയാൽ മതി. ഇതാണ്. അല്ലാഹു രക്ഷിക്കട്ടെ.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എനിക്കൊരു സമൂഹത്തെ, ഒരു സമുദായത്തെ എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ നോക്കി. ആ സമയത്ത് ആ സമൂഹത്തിൽ ഒന്നോ രണ്ടോ ആളുകളെ കണ്ടു. പിന്നെ വലിയൊരു സമുദായം കണ്ടു. അവർ ഒരു നബിയെ കുറേ ആളുകളെ ഞാൻ കണ്ടു. മറ്റൊരു സമുദായത്തെ കാണിച്ചു, സമാദുൻ അലീം, വലിയ ഒരു സംഘത്തെ ഞാൻ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഉമ്മത്തായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ ഉൻദുർ ഇലൽ ഉഫഖ്, ഈ ചക്രവാളത്തിലേക്കൊന്ന് നോക്കൂ നബിയെ. അങ്ങനെ ഞാൻ ചക്രവാളത്തിലേക്ക് നോക്കി. നബി പറയാണ്, ഉൻദുർ ഉഫഖൽ ഉഖ്റ, ഇതാ മറ്റൊരു ചക്രവാളത്തിലേക്ക് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ആ ചക്രവാളത്തിലേക്ക് നോക്കും, വലിയ ജനകൂട്ടമാണ്. പറഞ്ഞു, ഹാദാ ഉമ്മത്തുക യാ റസൂലല്ലാഹ്, നബിയെ ഇതാണ് അങ്ങയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് ഹുമുല്ലദീന സബ്ഊന അൽഫ, നബിയേ ഇവരെ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട് നബിയേ, യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, നബിയേ അവർക്കൊരു ശിക്ഷയുമില്ല നബിയേ, ഒരു വിചാരണമില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, ശിക്ഷയുമില്ലാതെ, ഒരു ചോദ്യമില്ല. നിന്റെ ആയുസ് എന്ത് ചെയ്തു, നീ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു, നിന്റെ യൗവനം എന്ത് ചെയ്തു, അങ്ങനെ ഒരു ചോദ്യം ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങനെ ആ വിഭാഗത്തിൽ പെടാൻ ആഗ്രഹിക്കാതിരിക്കുക? ആരും ആഗ്രഹിച്ചു പോവല്ലോ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. സ്വഹാബത്തുൽ കിറാം ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങി, ആരായിരിക്കും ആ വിഭാഗം? ചില ആളുകൾ പറഞ്ഞു അത് സ്വഹാബികളായിരിക്കും എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു അത് ജനിച്ച് മുസ്ലിമായി മരിക്കുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ തർക്കങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ മുത്ത് റസൂൽ ഇങ്ങനെ കടന്നു വരുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് തർക്കിക്കുന്നതെന്ന് ചോദിച്ചു. നബിയെ ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്, അവരാരാണ് എന്ന വിഷയത്തിലാണ് നാം തർക്കിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ, അവരാരെന്നറിയോ? ലാ യർക്കൂന വലാ യസ്തർക്കൂന വലാ യതതയ്യറൂന വലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. ലാ യർക്കൂന, മന്ത്രിക്കാത്തവർ, വലാ യസ്തർക്കൂന, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ, വലാ യതതയ്യറൂന, ഒരു ശകുനം ഒന്നും നോക്കാത്തവർ, വലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നവർ. ഇത് കേൾക്കുമ്പോൾ പലരും ഇപ്പോൾ എന്താവും, ഈ വീഡിയോ കേൾക്കുന്നത് ശരിയല്ല, ഈ ഉസ്താദ് ഏതോ ആശയത്തിൽ പിഴവുണ്ട് ഉസ്താദിന്, ഉസ്താദ് ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ ആളെല്ലാം തോന്നുന്നു. അങ്ങനെ പറഞ്ഞാൽ തങ്ങന്മാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാരെ പോലെ മുമ്പിൽ പോയി മന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, തൊട്ടടുത്ത പള്ളീനടുത്ത് വരുന്നുള്ള അവിടെ മുസ്ലിമീങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ വലിയ കറാമത്ത് പവാടം പോലെ അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഓടി വരുന്നുണ്ട്. ഇതൊക്കെ പാടില്ല എന്നാണ്. അതല്ലാതെ സയ്യിദന്മാരുടെ അടുത്ത് പോയി മന്ത്രിക്കുന്നു, അതൊക്കെ പാടില്ലാത്തൊരു കാര്യമൊന്നുമല്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഖൈറും ഷർറും, സുഖവും ദുഃഖവും, രോഗവും ശമനവും, പരാജയവും ഐശ്വര്യം ദരിദ്രം എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ ഇതിന് യാതൊരു പങ്കില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മഹാരഥന്മാരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്, അവരുടെ മുമ്പിൽ പോയി നാം ദുആ ചെയ്യുന്നതൊക്കെ തെറ്റൊന്നല്ല. അത് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ച എത്ര സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് പോയാൽ മണിക്കൂറുകളോളം ഓരോ വിഷയങ്ങളും എടുത്ത് പറയേണ്ടി വരും, അത്ഭുതങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. അതാണ് പവിത്രതയുണ്ട് ഓരോ സ്ഥലങ്ങൾക്ക്. നോക്കി, ഈ സഹോദരി പോയി എവിടെയാണ്? ഹജ്ജിക്ക് പോയി. ആ സ്ഥലത്തിൻ്റെ പുണ്യമാണ്. അവിടെ പോയി കണ്ണിൻ്റെ കാഴ്ച ചോദിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ച കിട്ടും. വർഷങ്ങളായി നാട്ടിൽ കണ്ണിൻ്റെ കാഴ്ച കിട്ടിയില്ലല്ലോ. ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് കിട്ടി. ആ സ്ഥലത്തിൻ്റെ ഒരു ബർക്കത്താണ്. അതേപോലെ മഹാരഥന്മാർക്കൊരു ബർക്കത്തുണ്ട്. അതുകൊണ്ട് വലം യകും മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി മുശ്രിക്കീങ്ങളിൽ പെട്ടയാളായിരുന്നില്ല. നമുക്കൊരുപാട് പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഒരിക്കലും ഈ പ്രതിസന്ധികളിലൊക്കെ ഒരിക്കലും നാം ശിർക്കിലേക്ക് കടന്നു പോകരുത്. അതാണ് വലം യകും മിനൽ മുശ്രിക്കീൻ. അഞ്ചാമത്തെ ഗുണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഷാക്കിറൻ ലിഅൻഉമിഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഒരു നന്ദിയുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. നന്ദി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാനിപ്പോൾ കണ്ണിൻ്റെ വിഷയം പറയുമ്പോൾ ഇത് വന്നു പോയതാണ്. അള്ളാഹു നമുക്ക് കണ്ണ്, അതൊരു അനുഗ്രഹമാണല്ലോ. അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അതിന് നാം നന്ദിയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഹലാലായത് കാണുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അത് ഉപയോഗിക്കുക, ഒരുപാട് ഹലാല് കാണാൻ, പരിശുദ്ധ കഅബ കാണാൻ, ഉമ്മയുടെ മുഖം കാണാൻ, വാപ്പയെ കാണാൻ, ഉറ്റവർ ഉടയവർ അവരുമായി സന്തോഷം പങ്കിടാൻ, അല്ലേ? ഹലാലായതിനു വേണ്ടി നാം അത് ഉപയോഗിക്കൽ, അതിനോട് ചെയ്യുന്ന നന്ദിയാണ്, അല്ലേ? അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നല്ലോ തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ. നമുക്ക് കിട്ടിയതുപോലെയൊന്നും അല്ലല്ലോ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഇസ്മായിൽ നബീനെ കൊടുത്തത്. എത്ര ദിവസമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കിട്ടാൻ വേണ്ടി റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹ് സ്വാലിഹീങ്ങൾപ്പെട്ട ഒരു സന്താനം നൽകണേ അല്ലാ. നിരന്തരമായി ദുആയാണ്. ഈ ദുആഇന്റെ ഒടുവിലാണ് അല്ലാഹു കൊടുക്കുന്നത് സുബ്ഹാനല്ലാഹ് ഗുലാമുൻ ഹലീം, നല്ല ഒതുക്കമുള്ള നല്ല മനോഹരമായ കുഞ്ഞിനെയാണ് കൊടുക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്തുഷ്ടനായി, വലിയ സന്തോഷമായി, അൽഹംദുലില്ലാഹ്, ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് തൻ്റെ പൊന്നുമകനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് നൽകുന്നത്. യാ അല്ലാഹ്, ഒരു ദിവസം അല്ലാഹു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുന്നുണ്ട്, നിനക്ക് നൽകിയ അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹത്തെ നീ സ്വതക്ക ചെയ്യണം, നീ ദാനധർമ്മം ചെയ്യണം. എന്ത്? സമ്പത്തല്ല. സമ്പത്ത് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പ്രശ്നമില്ല. സ്വന്തം മകനെ അറുത്തിട്ട് മകൻ്റെ ഇറച്ചി സ്വതക്ക ചെയ്യണമെന്നാണ്. നിനക്ക് തന്ന അനുഗ്രഹമാണ്. യാ അല്ലാഹ്, നമുക്ക് കിട്ടിയ സമ്പത്തിനൊരു 10 രൂപ കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇത് സ്വന്തം മോനെ അറുത്തിട്ട് സ്വതക്ക കൊടുക്കണമെന്നാ. നിനക്ക് തന്ന അനുഗ്രഹമാണ് മകൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഒരു സംഭവം അറിഞ്ഞ ഉടനെ നല്ല മൂർച്ചയേറിയ കത്തിയെടുത്തു. കാരണം എൻ്റെ പൊന്നുമകനെയാണ് ഞാൻ അറുക്കുന്നത്. ഒരു പക്ഷേ അറുക്കുന്ന സമയത്ത് ആ ഉപ്പ വേദന കൊണ്ട് സഹിക്കുന്നില്ല. ഉപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കാരുണ്യം അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ അറുക്കൽ നിർത്തിയാൽ എൻ്റെ അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കലത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് വളരെ മൂർച്ചയേറിയ കത്തി കഴുത്തിലെന്ന് വെക്കുന്ന നേരത്തും 2 കഷ്ണമാകണം കഴുത്ത്. പിന്നെ മകൻ്റെ ആർത്തട്ടാസമൊന്നും കേൾക്കാൻ പാടില്ല. ഇതെൻ്റെ അള്ളാഹുവിന് വേണ്ടിയുള്ള നന്ദിയാണെന്ന് പറഞ്ഞ് തൻ്റെ മകനെ കൊണ്ടുപോയല്ലോ. സുബ്ഹാനല്ലാഹ്, ബാങ്കാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം വിശാലമായി വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.